ഡിസംബർ 15 നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ആർക്കൊക്കെ അപേക്ഷിക്കാം, അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ്, അതിന്റെ സെലക്ഷൻ സ്റ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ പോസ്റ്റിന്റെ പേര് നോക്കാം. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ്. 55,200 തൊട്ട് 1,15,300 വരെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ദെൻ ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കിയാൽ 20 തൊട്ട് 40 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയാണ്. ഇനി നമ്മൾ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പരീക്ഷയുടെ കാറ്റഗറി നമ്പർ 551/2021 ആയിരുന്നു. പരീക്ഷ നടന്നത് 18/6/2023 21,195 പേരാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്തത്. പരീക്ഷ എഴുതിയവർ എണ്ണം നോക്കി 5,945 പേർ മാത്രമാണ് പരീക്ഷ എഴുതിയത്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് 11/9/2024 17 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഇനി കട്ട് ഓഫ് മാർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 69.67 ആയിരുന്നു. OMR ലഭിച്ച മാക്സിമം മാർക്ക് 81.67 ആയിരുന്നു. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആയിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് നോക്കിയാൽ 26/9/2025 ഇതുവരെ 15 പേർക്കാണ് നിയമനം ലഭിച്ചത്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഉടനെ തീരും. ദെൻ ഇതിന്റെ സെലക്ഷൻ സ്റ്റേജ് ആണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പൊ സെലക്ഷൻ സ്റ്റേജ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 100 മാർക്കിന്റെ OMR പരീക്ഷ ഉണ്ടാകും. അതോടൊപ്പം തന്നെ OMR പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 20 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ഈ 2 മാർക്കും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12 മാർക്കിന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. ദെൻ 12 മാർക്കിന് തെർമോഡൈനാമിക്സ് ആണ്. ദെൻ 12 മാർക്കിന് ഫ്ലൂയിഡ് മെക്കാനിക്സ്, 12 മാർക്കിന് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. ദെൻ 14 മാർക്കിനാണ് തെർമൽ എഞ്ചിനീയറിംഗ് വരുന്നത്. ദെൻ 14 മാർക്കിന് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്. ദെൻ 12 മാർക്കിന് പ്രൊഡക്ഷൻ ടെക്നോളജി. ദെൻ 12 മാർക്കിന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. അങ്ങനെ മൊത്തത്തിൽ 100 മാർക്കിനായിട്ടുള്ള OMR പരീക്ഷയാണ്.